ഹായ് ഓൾ, നമ്മൾ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ടോപ്പിക്കിലെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ആദ്യത്തെ ഭാഗത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഏറ്റവും ബേസിക് ലെവലിൽ വരുന്ന ഭിന്നസംഖ്യകളുടെ കാര്യങ്ങൾ, അതായത് ഏതൊക്കെ ടൈപ്പ് ഭിന്നസംഖ്യകളുണ്ട്, അതുപോലെ തന്നെ എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്, അഡീഷൻ വരുന്നത്, സബ്സ്ട്രാക്ഷൻ വരുന്നത്, ഡിവിഷൻ വരുന്നത്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലെവലിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പ്രോബ്ലത്തിലോട്ട് കടക്കുകയാണ്. അപ്പോൾ ആ ഒരു ബേസിക് ലെവൽ, അതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന പ്രോബ്ലംസ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഒരുവിധം എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് വലിയ ഭിന്നസംഖ്യ ഏത് എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് ടെക്നിക്സ് ഉണ്ട്. വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പറ്റും. ഓരോന്നിനും ഓരോ മെത്തേഡ്സ് ആണ്. ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ളതിൽ ഇപ്പോൾ ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് 2/7, 3/7, അതുപോലെ തന്നെ 5/7, 4/7, അങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനിൽ ഏതാണ് ഏറ്റവും വലിയ ഭിന്നസംഖ്യ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിൽ നമുക്ക് അറിയാവുന്ന ഈ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാതും ഡിവൈഡഡ് ബൈ 7 ആണ്. അതായത് അതിൻ്റെ ഛേദം എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഛേദം സെയിം ആണ് എന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏത് എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, ഏറ്റവും അംശം, നമ്മുടെ ഈ ഒരു ചോദ്യത്തിലെ തന്നെ മുകളിലെ ഭാഗം എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. അതായത് അംശം കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അംശത്തിൽ വരുന്ന നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 4 ഉണ്ട്. അങ്ങനെ 4 നമ്പേഴ്സാണ് അംശത്തിൽ വരുന്നത്. അപ്പോൾ അംശത്തിൽ ഏത് സംഖ്യയാണോ വലുത് എന്നുണ്ടെങ്കിൽ ആ ഒരു സംഖ്യയായിരിക്കും ഇതിലേറ്റവും വലിയ, ആ ഒരു അംശം വലുതായിട്ട് വരുന്ന ആ ഒരു ഭിന്നസംഖ്യയാണ് നമുക്ക് തന്നിട്ടുള്ളതിലെ ഏറ്റവും വലിയ ഭിന്നസംഖ്യ. ദാറ്റ് മീൻസ് അതായത് 5/7 ആണ് നമുക്ക് തന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്ന് പറയുന്നത് ഛേദം സെയിം ആയിട്ടുള്ള കേസിൽ മാത്രമാണ്. ഇവിടെ എല്ലാത്തിൻ്റെയും ഛേദം എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ ഛേദം ഒരേപോലെയാണ് എന്നുണ്ടെങ്കിൽ, നമുക്ക് തന്നിട്ടുള്ള എല്ലാ ഓപ്ഷൻസിലും ഛേദം ഒരുപോലെയാണ് എന്നുണ്ടെങ്കിൽ അംശത്തെ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉത്തരത്തിൽ എത്താനായിട്ട് പറ്റും. അംശം ഏതാണോ വലിയ നമ്പർ എന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത്. നമ്മളോട് ചോദിക്കുകയാണ് ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ ഏത്, നമുക്ക് ഇതേ സെയിം ഓപ്ഷൻസ് തന്നിട്ട് ഏറ്റവും ചെറുത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലൊരൊറ്റൊരു വ്യത്യാസമുള്ളൂ. ഏറ്റവും ചെറിയ അംശം വരുന്ന നമ്പർ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. ഏറ്റവും ചെറിയ അംശം എന്ന് പറയുന്നത് 2 ആണ് വരുന്നത്. അപ്പോൾ 2/7 ആണ് നമുക്ക് തന്നിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത്. ഏറ്റവും വലുത് എന്ന് പറഞ്ഞാൽ 5/7 ആണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഛേദം ആദ്യം എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. ഛേദം ഒരുപോലെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അംശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഉത്തരം കണ്ടെത്താനായിട്ട് പറ്റും. ഓക്കെ, ഇതേ മോഡലിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ചോദ്യം കൂടി ചെയ്യാം. സെയിം തന്നെ. ഇപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഛേദം എന്ന് പറയുന്നത് 9 ആണ് വരുന്നത്. 5/9, അതുപോലെ തന്നെ 7/9, 4/9, 2/9. താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏത്? ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ അംശം മാത്രം നോക്കിയാൽ മതി. അംശത്തിൽ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ 7 ആണ്. അപ്പോൾ 7/9 ആണ് ഇവിടെ ഏറ്റവും വലിയ ഭിന്നസംഖ്യയായിട്ട് വരുന്നത്. ഇനി ഏറ്റവും ചെറുത് ചോദിച്ചു കഴിഞ്ഞാൽ അംശത്തിൽ ഏറ്റവും ചെറിയ സംഖ്യയായിട്ട് വരുന്നത് 2 ആണ്. അപ്പോൾ 2/9 ആണ് ഏറ്റവും ചെറിയ ഭിന്നസംഖ്യയായിട്ട് വരുന്നത്. ഓക്കെ, ഇത് നമ്മൾ അംശം വ്യത്യസ്തമായിട്ടുള്ള, അതുപോലെ തന്നെ ഛേദം ഒരുപോലെ വരുന്ന ആ ഒരു നമ്പേഴ്സിൻ്റെ കേസാണ് നമ്മൾ ആദ്യത്തെ ടൈപ്പിൽ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കേസ് എടുത്തു കഴിഞ്ഞാൽ, രണ്ടാമത്തെ കേസിൽ എന്ന് പറഞ്ഞാൽ ഈ തന്നിട്ടുള്ള ഭിന്നസംഖ്യകളിൽ അംശം എന്ന് പറയുന്നത് ഒരുപോലെയായിരിക്കും. അംശം ഒരുപോലെയാണ്, പക്ഷെ ഛേദം എന്തായിരിക്കും, വ്യത്യസ്തമായിരിക്കും. അംശം ഒരുപോലെയും ഛേദം വ്യത്യസ്തമായിട്ടുള്ള ഭിന്നസംഖ്യകളുടെ കേസാണ് രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം, 3/5, അതുപോലെ തന്നെ 3/7, അതുപോലെ 3/8, 3/4. നമുക്ക് തന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അംശം എന്ന് പറയുന്നത് 3 ആണ്.
ഛേദം എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള നമ്പറാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും വലുത് ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഛേദത്തിലെ ഏറ്റവും ചെറിയ നമ്പർ വരുന്നതായിരിക്കും ഇവിടെ ഏറ്റവും വലിയ ഭിന്നസംഖ്യയായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നേരെ തിരിച്ചാണ് വരുന്നത്. ഛേദത്തിലെ ഏറ്റവും ചെറിയ നമ്പർ വരുന്ന ആ ഒരു നമ്പർ വരുന്ന ഭിന്നസംഖ്യയാണ് ഇവിടെ ഏറ്റവും വലിയ ഭിന്നസംഖ്യയായിട്ട് വരുന്നത്. ദാറ്റ് മീൻസ് 3/4. അപ്പോൾ 4 ഉണ്ട്, 8 ഉണ്ട്, 7 ഉണ്ട്, 5 ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള അംശം എന്ന് പറയുന്നത് 4 ആണ്. അതുകൊണ്ട് തന്നെ 3/4 ആണ് ഏറ്റവും വലിയ ഭിന്നസംഖ്യ. ഇനി ഇതിലെ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഛേദം വലുതായിട്ടുള്ള ഭിന്നസംഖ്യയാണ് ഇതിലേറ്റവും ചെറിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ 5, 7 ഇപ്പോൾ ഛേദം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 5, 7, 8, 4. ഇതിൽ ഏറ്റവും വലിയ ഛേദം വരുന്നത് എന്ന് പറഞ്ഞാൽ 8ആണ്. 3/8 അതിൽ 8ആണ് ഏറ്റവും വലിയ ഛേദം വരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ 3/8 ആയിരിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഛേദം ഒരുപോലെയാണ് എന്നുണ്ടെങ്കിൽ, അംശം വ്യത്യസ്തമാണെന്നുണ്ടെങ്കിൽ അംശത്തിലെ ഏറ്റവും വലിയ നമ്പറുള്ള ആ ഒരു ഭിന്നസംഖ്യയായിരിക്കും ഏറ്റവും വലിയ ഭിന്നസംഖ്യ. അതേപോലെ തന്നെ ചെറിയ ഭിന്നസംഖ്യ ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ അംശത്തിലെ ഏറ്റവും ചെറിയ നമ്പർ വരുന്ന ഭിന്നസംഖ്യ. ഇനി അംശം ഒരുപോലെയാണ് എന്നുണ്ടെങ്കിൽ മുകളിലത്തെ ഭാഗം എന്ന് പറയുന്നത് ഒരുപോലെയാണ്, ഛേദം മാത്രമാണ് വ്യത്യസ്തം എന്നുണ്ടെങ്കിൽ ഇതിൽ വലിയ ഭിന്നസംഖ്യ കണ്ടെത്താനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഛേദത്തിലെ ഏറ്റവും ചെറിയ നമ്പർ വരുന്ന ഭിന്നസംഖ്യ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറയുന്നത് 4 ആയതിനാൽ 3/4 ആണ് നമുക്ക് തന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ചെറിയ ഭിന്നസംഖ്യയാണ് ചോദ്യം വന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഛേദത്തിലെ തന്നെ ഏറ്റവും വലിയ നമ്പർ വരുന്ന ആ ഒരു ഭിന്നസംഖ്യ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ചെറുത് നമുക്ക് കിട്ടും. അപ്പോൾ ഇതേ ടൈപ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചോദ്യം കൂടി ചെയ്യാം. 7/9, 7/11, 7/10, 7/8. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ അംശങ്ങളെല്ലാം തുല്യമായതിനാൽ, അംശങ്ങളെല്ലാം 7 എന്ന് പറയുന്ന നമ്പർ ആയതിനാൽ തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഛേദത്തിൽ ഏറ്റവും ചെറിയ നമ്പർ വരുന്നത് ഏതാണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് ആ ഒരു നമ്പർ വരുന്ന ഭിന്നസംഖ്യയാണ് ഇവിടെ ഏറ്റവും വലിയ ഭിന്നസംഖ്യയായിട്ട് വരുന്നത്. അപ്പോൾ ഛേദം വരുന്ന നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 9 ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ 9, 11, 10, 8. ഇതിൽ ഏറ്റവും ചെറിയ നമ്പറായിട്ട് വരുന്നത് 8 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് 7/8 ആണ്. ഇനി ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഛേദത്തിലെ തന്നെ ഏറ്റവും വലിയ നമ്പർ നോക്കിയാൽ മതി. ഛേദത്തിലെ ഏറ്റവും വലിയ നമ്പറായിട്ട് വരുന്നത് 11 ആണ്. അതായത് 7/11 ആണ് നമുക്ക് തന്നിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത്. നമുക്കിതിനെ ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതാൻ പറഞ്ഞാലും ഇതേ രീതി എന്ത് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതാൻ പറയുകയാണ്. ഇപ്പോൾ നമുക്കറിയാം ചെറുത് എന്ന് പറയുന്നത് ഇതാണെന്ന് അറിയാം. ഇനി അതിനേക്കാളും ചെറുത്, അതിന് തൊട്ട് മുകളിൽ വരുന്ന നമ്പർ ഏതായിരിക്കും? 11 ആണ് ഏറ്റവും ചെറുതെന്നുണ്ടെങ്കിൽ അടുത്തത് 10 ആയിരിക്കും അതിന് തൊട്ട് മുകളിൽ വരുന്ന നമ്പർ. അതായത് ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതുമ്പോൾ 7/11. അതേപോലെ തന്നെ നെക്സ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 7/10. ഇനി അടുത്ത ഇപ്പോൾ ഈ ഒരു നമ്പർ മാത്രം ഒഴിവാക്കി കഴിഞ്ഞാൽ അടുത്തത് വരുന്ന ചെറിയ നമ്പർ എന്ന് പറഞ്ഞാൽ 7/10 ആണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഈ 2 നമ്പർ ഒഴിവാക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് വരുന്ന, ഇനി ബാക്കി 2 വരുന്നുള്ളൂ, 7/8ഉം 7/9ഉം. അതിൽ ചെറിയ നമ്പർ എന്ന് പറഞ്ഞാൽ 7/9 ആണ്. ലാസ്റ്റ് വൺ 7/8. അതായത് തന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് 7/8 ആണ്. അപ്പം നമുക്കിത് ഒരു ധാരണ കിട്ടിക്കഴിഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതുമ്പോൾ മധ്യത്തിലേത്, അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലോട്ട് എഴുതുമ്പോൾ നടുവിലുള്ളത് ഏത് എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ വന്നാലും, വലുതേത് ചെറുതേത് എന്നുള്ള രീതിയിൽ വന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടൈപ്പ് എന്ന് പറയുന്നത്, ഒന്നിൽ എന്താണ് അംശം വലുതാണ്, 2 എന്ന് പറയുന്നത് വലുതെന്നല്ല, ആദ്യത്തതിൽ എന്ന് പറഞ്ഞാൽ അംശം വ്യത്യസ്തവും
ഛേദം ഒരുപോലെ ആയിട്ടുള്ളത്. രണ്ടാമത്തതിൽ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തതിൽ വരുന്ന ആ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അംശം ഒരുപോലെയാണ്, ഛേദം എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള നമ്പേഴ്സാണ്. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് അംശവും ഛേദവും ഒരു ബന്ധവും ഇല്ലാതെ വരുന്ന നമ്പേഴ്സ്. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ തന്നിട്ടുള്ളതിൽ 4/7 ഉണ്ട്, അതുപോലെ 2/5 ഉണ്ട്, 3/4 ഉണ്ട്, 5/9 ഉണ്ട്. ഇതിൻ്റെ അംശവും ഛേദവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല അല്ലേ. ഇപ്പം അംശങ്ങൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ 4, 2, 3, 5 എന്ന് വരും. ഇപ്പോൾ ഛേദങ്ങൾ മാത്രം കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 7, 5, 4, 9 എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത ഭിന്നസംഖ്യകളാണ്. അംശവും ഛേദവും വ്യത്യസ്തമായിട്ടുള്ള ഭിന്നസംഖ്യകൾ തന്നു കഴിഞ്ഞാൽ ഇനി ഇതിലെങ്ങനെയാണ് വലുതേതാണ് ചെറുതേതാന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പോൾ ഓരോന്നിനും ഓരോ ടെക്നിക്സ് ആണ്. ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് ഉത്തരത്തിലോട്ട് എത്താനായിട്ട് പറ്റും. ഓക്കെ, ഈ ഒരു രീതി വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലാണ് നമ്മുടെ ചോദ്യം വരുന്നത് എന്നുണ്ടെങ്കിൽ ഇത് ഒരുവിധം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ഭിന്നസംഖ്യയുടെ ഭാഗത്ത് നിന്ന് ചോദിക്കാറുള്ള ഒരു ടൈപ്പാണ് വലിയ ഭിന്നസംഖ്യ ഏത്, ചെറിയ ഭിന്നസംഖ്യ ഏത് എന്നുള്ളത്. അപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് വരാറുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള ഭിന്നസംഖ്യകൾ എന്ന് പറയുമ്പോൾ അംശവും ഛേദവും വ്യത്യസ്തമായിട്ട് വരുന്ന ഭിന്നസംഖ്യകളാണ് തരാറുള്ളത്. അതിൽ വലുതേതാണ് ചെറുതേതാണ് എന്നുള്ള രീതിയിലാണ് ചോദ്യങ്ങൾ വരാറായിട്ടുള്ളത്. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള വലിയ ഭിന്നസംഖ്യകൾ എന്ത് ചെയ്യാം, വലിയ ഭിന്നസംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് എന്ത് ചെയ്യുക, എടുത്തെഴുതുമ്പോൾ 4/7, 2/5, അതുപോലെ 3/4, അതുപോലെ 5/9. അങ്ങനെ നമ്മൾ ഓപ്ഷൻസ് എടുത്തെഴുതി. നെക്സ്റ്റ് ചെയ്യേണ്ട അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും അംശത്തിൽ എന്ത് ചെയ്യുക, ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ 4 എന്നുള്ളത് 40 ആക്കി, 2 എന്നുള്ളത് 20 ആക്കി, 3 എന്നുള്ളത് 30 ആക്കി, 5 എന്നുള്ളത് 50 ആക്കി. ഇതിന് അടുത്തൊരു സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിനെന്ത് ചെയ്യുക, 40/7 ചെയ്യുക, അതുപോലെ 20/5 ചെയ്യുക, അതുപോലെ 30/4 ചെയ്യുക, 50/9 ചെയ്യാം. ഇത് ചെയ്തതിന് ശേഷം ഇനി നെക്സ്റ്റ് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ചെയ്ത് കഴിഞ്ഞാലായിട്ട് അടുത്തതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹരണഫലവും ശിഷ്ടവും എഴുതുക. അപ്പോൾ ഹരണഫലവും ശിഷ്ടവും, അപ്പോൾ അതായത് 40/7 എത്ര പ്രാവശ്യം പോവും, 40/7 5 പ്രാവശ്യമാണ് പോവുക. 5 × 7 35. അപ്പോൾ ഹരണഫലം എന്ന് പറയുന്നത് 5 അതേപോലെ ശിഷ്ടം വരുന്നത് 35 എന്ന് പറയുന്നത് 40 ആവാനായിട്ട് 5 ശിഷ്ടം വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് 20നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 20നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ 20നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. 4 × 5 ആണ് 20 വരുന്നത്. ശിഷ്ടം വരുന്നത് 0 വരുന്നത്. ഇനി 30/4 എന്ന് പറഞ്ഞാൽ 30ൽ 4 7 പ്രാവശ്യം പോകുന്നുണ്ട്. ശിഷ്ടം എന്ന് പറയുന്നത് 2 വരുന്നത്. ശിഷ്ടം 2 വന്നു. ഇനി 50/9 50ൽ 9 എന്ന് പറയുന്നത് 5 പ്രാവശ്യമാണ് പോകുന്നത്. 5 × 9 45. ശിഷ്ടം വരുന്നത് 5. ഓക്കെ, നമുക്ക് ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇനി സുഖമായിട്ട് ഇതിൽ വലുതേതാണ് ചെറുതേതാണ് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. വലുതേതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹരണഫലം വലുത് വരുന്ന നമ്പർ ഏതാണോ അതാണ് വലിയ സംഖ്യ എന്ന് പറയുന്നത്. ഇപ്പോൾ ഹരണഫലം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 5, 4, 7, 5. 5ഉം 4ഉം 7ഉം 5 ഇതിൽ ഏറ്റവും വലിയ ഹരണഫലം എന്ന് പറയുന്നത് 7. അതുകൊണ്ട് തന്നെ നമുക്ക് തന്നിട്ടുള്ളതിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് 3/4 വരുന്നത്. 3/4. ഇനി ഏറ്റവും ചെറുത് ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹരണഫലം എന്ന് പറയുന്നത് ചെറുത് വരുന്നത് 5ഉം 4ഉം 7ഉം 5 വരുന്നത്. ഇതിലെ ഹരണഫലം ചെറുത് വരുന്ന നമ്പറാണ് ഇതിലെ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യയായിട്ട് വരുന്നത്. ദാറ്റ് മീൻസ് 2/5. അപ്പോൾ 30/4 എന്നുള്ളത് നമുക്ക് കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു 0 എന്ത് ചെയ്തത്, അംശത്തിൽ ഇട്ട് കൊടുത്തത്. നമ്മൾ ഉത്തരം എഴുതുമ്പോൾ 3/4 എന്ന് തന്നെ കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ 20/5 ചെയ്യുമ്പോൾ നമുക്ക് 4 എന്ത് ചെയ്തു, ഹരണഫലവും 0 എന്ന് പറയുന്നത് ശിഷ്ടവും വന്നു. ദാറ്റ് മീൻസ് 4 എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ഹരണഫലമായതിനാൽ തന്നെ 2/5 ആ തന്നിട്ടുള്ള കൂട്ടത്തിലെ ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറയുന്നത് 2/5.
ഇനി നമ്മളോട് ചോദിക്കുകയാണ്, ഇതിൽ വലുതിൽ നിന്ന് ചെറുതിലോട്ട് എഴുതുക അല്ലെങ്കിൽ ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഫോളോ അപ്പ് ചെയ്യുന്നത്. സെയിം മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുതിൽ നിന്ന് ചെറുതിലോട്ടാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഹരണഫലം വരുന്ന നമ്പറിനെ ആദ്യം എഴുതണം. രണ്ടാമതായിട്ട് രണ്ടാമത് വരുന്ന അതിന് ശേഷം വരുന്ന ഏറ്റവും വലിയ ഹരണഫലം വരുന്ന നമ്പറിനെ എടുത്തെഴുതുക. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ ഹരണഫലം എന്ന് പറയുന്നത് 5 വരുന്ന 2 നമ്പേഴ്സ് ഉണ്ട്. ഈ 2 നമ്പേഴ്സിൻ്റെയും ശിഷ്ടം എന്ന് പറയുന്നത് എന്താണ്, 5 വരുന്നത്. ഓക്കെ, ഇങ്ങനൊരു കേസ് വരികയാണ്. ഇങ്ങനൊരു കേസ് വന്നു, ഹരണഫലവും ശിഷ്ടവും സെയിം ആയിട്ടുള്ള 2 നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമുക്ക് ഈ ഒരു നമ്പേഴ്സിനെ നമുക്ക് തന്നിട്ടുള്ള 4/7, അതുപോലെ തന്നെ 2/5, 3/4, 5/9 എന്ന് പറയുന്ന ഈ ഒരു 4 ഭിന്നസംഖ്യയെ എങ്ങനെയാണ് നമുക്ക് ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ലാർജ് കണ്ടുപിടിക്കാൻ ഇത്രയേ ഉള്ളൂ. ഏറ്റവും വലിയ ഹരണഫലം വരുന്ന നമ്പർ ഏതാണോ അതാണ് ലാർജസ്റ്റ് ആയിട്ടുള്ള ഭിന്നസംഖ്യ. സ്മോളസ്റ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഏറ്റവും ചെറിയ ഹരണഫലം വരുന്ന നമ്പർ ഏതാണോ അതാണ് സ്മോളസ്റ്റ് ആയിട്ടുള്ളത്. ഇപ്പം ചില കേസുകളിൽ ഇവിടെ 5ൻ്റെ ശിഷ്ടം ബാക്കി ഇവിടെ 4 വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ശിഷ്ടം 5 തന്നെയാണെന്ന് വിചാരിക്കുക. ഇവിടെ 5ഉം 4ഉം ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ 5ഉം ശിഷ്ടം 5 വരുന്നതാണ് വലുതായിട്ട് വരിക. അപ്പോൾ 5ഉം ശിഷ്ടം 4 വരുന്നതെന്ന് പറഞ്ഞാൽ 5നേക്കാൾ ചെറുതാണല്ലോ 4 വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 4/7 ആയിരിക്കും ചെറുതായിട്ട് വരിക. അപ്പോൾ അതായത് നമുക്ക് ശിഷ്ടം വ്യത്യസ്തമാണെന്നുണ്ടെങ്കിൽ വലുതും ചെറുതും കണ്ടെത്താനായിട്ട് എളുപ്പമാണ്. ശിഷ്ടം വ്യത്യസ്തമല്ല, ശിഷ്ടം ഒരുപോലെയാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കേസാണ് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു, ജസ്റ്റ് ഒന്നും കൂടി എന്ത് ചെയ്യാം, ഭിന്നസംഖ്യകൾ എടുത്തെഴുതുന്നു. 4/7, അതേപോലെ തന്നെ 2/5, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ 3/4, അടുത്തൊരു ഭിന്നസംഖ്യ എന്ന് പറയുന്നത് 5/9. അങ്ങനെ 4 ഭിന്നസംഖ്യകൾ എന്ത് ചെയ്തു, നമ്മൾ എടുത്തെഴുതി. ദെൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ള ശിഷ്ടവും അതുപോലെ തന്നെ ഹരണഫലവും എന്ത് ചെയ്യാണ്, ഞാൻ ജസ്റ്റ് ഒന്നും കൂടി വേഗം എഴുതുന്നു. 5 ശിഷ്ടം 5 ഹരണഫലം, 4 ശിഷ്ടം 0 ഹരണഫലം, 4 ഹരണഫലം 0 എന്ന് പറയുന്നത് ശിഷ്ടം, 7 ഹരണഫലം ശിഷ്ടം 2, അതുപോലെ 5 ഹരണഫലം ശിഷ്ടം എന്ന് പറയുന്നത് 5. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ ഒരേ ഹരണഫലവും അതേപോലെ തന്നെ ഒരേ ശിഷ്ടവും വരുന്ന 2 നമ്പേഴ്സാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. 2 നമ്പേഴ്സ് ഇങ്ങനെ വരുന്ന കേസിൽ അപ്പോൾ ഇതിൽ ഏതാണ് ലാർജസ്റ്റ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇനി നിങ്ങൾ ഒരു സ്റ്റെപ്പും കൂടി മുന്നോട്ട് പോകണം. ഒരു സ്റ്റെപ്പ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഛേദം എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. അപ്പോൾ 5/9 ഈ 5/9ൻ്റെ ഛേദം എന്ന് പറയുന്നത് 9 ആണ്. ഇപ്പോൾ 4/7 അതിൻ്റെ ഛേദം എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ ഒന്നിൻ്റെ ഛേദം 9ഉം മറ്റേതിൻ്റെ ഛേദം എന്ന് പറയുന്നത് എന്താണ്, ഒന്ന് 9ഉം ആണ്, മറ്റേതെന്ന് പറഞ്ഞാൽ 7ഉം ആണ്. 9ഉം 7ഉം ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു 2 ഛേദങ്ങൾ കൺസിഡർ ചെയ്തതിന് ശേഷം അതിൽ ഏറ്റവും ചെറിയ ഛേദം ഏതാണ് എന്നുണ്ടെങ്കിൽ, ഏറ്റവും ചെറിയ ഛേദം ഏതാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ലാർജസ്റ്റ് ആയിട്ടുള്ള നമ്പർ. അതായത് 4/7 എടുത്തു, 5/9 എടുത്തു. ഇതിൽ ഏറ്റവും ചെറിയ ഛേദം എന്ന് പറയുന്നത് ഇവിടെ 7 ഛേദമായിട്ട് വരുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ 9 ഛേദമായിട്ട് വരുന്നത്. ഇതിൽ ഏറ്റവും ചെറിയ ഛേദം എന്ന് പറയുന്നത് ഏതാണ്, 7 വരുന്നത്. അപ്പോൾ 7 എൻ്റെ സ്മോളസ്റ്റ് ആയിട്ടുള്ള നമ്പർ. അപ്പോൾ ഈ സ്മോളസ്റ്റ് ആയിട്ട് ഛേദം വരുന്ന ആ ഒരു നമ്പർ ആയിരിക്കും ഈ തന്നിട്ടുള്ളതിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള നമ്പർ. ദാറ്റ് മീൻസ് ഒരേ ഹരണഫലവും ഒരേ ശിഷ്ടവും വരുന്ന കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഛേദം കൺസിഡർ ചെയ്യണം. ഛേദത്തിൽ ഏതാണ് ചെറിയ നമ്പർ വരുന്നത് എന്നുണ്ടെങ്കിൽ ആ ചെറിയ നമ്പർ വരുന്ന ഭിന്നസംഖ്യ ആയിരിക്കും ഇവിടെ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഭിന്നസംഖ്യ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വലുതിൽ നിന്ന് ചെറുതിലോട്ട് നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ വലുതെന്ന് പറഞ്ഞാൽ ഹരണഫലം 7 വരുന്ന ആ ഒരു നമ്പറാണ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള നമ്പർ. അപ്പോൾ 3/4 ആണ് ഏറ്റവും ലാർജസ്റ്റ്. ഇപ്പോൾ 3/4 ഒഴിവാക്കിയിട്ട് നെക്സ്റ്റ് വരുന്ന ഏറ്റവും വലിയ ഹരണഫലം എന്ന് പറഞ്ഞാൽ 5 2 5 വരുന്ന കേസ് ഉണ്ട്. ഈ 2 5 അതുപോലെ നമ്മൾ ശിഷ്ടം എടുത്തു, ശിഷ്ടം 2ഉം 5 5 ആയത് കാരണത്താൽ എന്ത് ചെയ്തു, നമ്മളിതിൻ്റെ ഛേദം കൺസിഡർ ചെയ്തിട്ട് ഛേദം സ്മോളസ്റ്റ് ആയിട്ടുള്ള നമ്പർ നമ്മൾ എടുത്തു. ഛേദം സ്മോളസ്റ്റ് എന്ന് പറഞ്ഞാൽ
4/7 ആണ് നെക്സ്റ്റ് ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. ഇനി അത് ലാർജസ്റ്റ് അല്ല, അതായത് 3/4നെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന ലാർജസ്റ്റ്, അതായത് 3/4നേക്കാളും ചെറിയ നമ്പർ ആയിട്ട് വരുന്നത് 4/7 ആണ്. ഇനി ഈ 3/4നേക്കാളും ചെറുത് 4/7 ആണെന്ന് പറഞ്ഞു. ഇനി 4/7നേക്കാളും ചെറുത് ഏതായിരിക്കും? ഇനി അടുത്ത 5 ശിഷ്ടം വരുന്ന ആ ഒരു നമ്പർ, നമുക്കിനി 5 കഴിഞ്ഞാൽ പിന്നെ 4ആണ് ഹരണഫലമായിട്ട് വരുന്നത്. അപ്പോൾ ഹരണഫലം 4 വരുന്നത്. അപ്പോൾ ഈ ഒരു നമ്പർ ആയിരിക്കും നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 5/9. ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ 4 ഹരണഫലം വരുന്നത് 2/5. അപ്പോൾ നമ്മൾ വലുതിൽ നിന്ന് ചെറുതിലോട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓർഡറിലായിരിക്കും വരിക. 3/4, 4/7, 5/9, 2/5. ഇനി 4/7 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 4/7 ചെയ്താൽ 0.571 ആണ്. അതേപോലെ തന്നെ 5/9 ചെയ്ത് കഴിഞ്ഞാൽ 0.555 ആ ഒരു രീതിയിലാണ്. അപ്പോൾ നമുക്കിത് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും. അതായത് 1.571 ആണ്, മറ്റേത് 0.555 ആ ഒരു രീതിയിലാണ് അത് പോകുന്നത്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് ഒന്നും കൂടി ഈ പറഞ്ഞ പോലെ ഈ ഒരു 0ന് പകരം വീണ്ടും ഒരു 0 ഇട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതർവൈസ് എന്ത് ചെയ്യാം, ഈ ഒരു മെത്തേഡ് എന്ത് ചെയ്യാം, ഫോളോ അപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു മെത്തേഡിലുള്ള നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ മൂന്നാമത്തെ ടൈപ്പിൽ വരുന്ന അടുത്തൊരു ചോദ്യമാണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ തന്നിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ ഏതാണെന്നാണ് ചോദ്യം വരുന്നത്. 3/7, അതേപോലെ തന്നെ 5/6, 8/9, 9/11. ഒരു ബന്ധവുമില്ലാത്ത അംശവും ഛേദവും യാതൊരു ബന്ധം പുലർത്താത്ത ഒരു 4 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് എന്ത് ചെയ്യുന്നു, എടുത്തെഴുതുന്നു. 3/7, 5/6, അതുപോലെ 8/9, 9/11. ഇനി ഇതിൻ്റെ ഒക്കെ എന്ത് ചെയ്യുന്നു, അംശത്തിലൊരു 0 ഇട്ട് കൊടുക്കുന്നു. 3 എന്നുള്ളത് 30 ആക്കി, 5 എന്നുള്ളത് 50 ആക്കി, 8 എന്നുള്ളത് 80 ആക്കി, 9 എന്നുള്ളത് 90 ആക്കി. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ആദ്യം ഹരണഫലം കാണുന്നു, ദെൻ ശിഷ്ടം കാണുന്നു. 30ൽ 7 എന്ന് പറയുന്നത് 4 വട്ടം പോകുന്നുണ്ട്. 4 × 7 28, ശിഷ്ടം വരുന്നത് 2 ആണ്. ഇനി അടുത്തതായിട്ട് 50/6. 50/6 എന്ന് പറഞ്ഞാൽ 6 × 8 ആണ് 48. അതായത് 50ൽ 6 എന്ന് പറയുന്നത് 8 പ്രാവശ്യം പോകുന്നുണ്ട്, ശിഷ്ടം 2 വരുന്നുണ്ട്. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് അടുത്തൊരു നമ്പർ 80/9 ആണ്. 80/9 എന്ന് പറഞ്ഞാൽ 9 × 8 എന്ന് പറയുന്നത് 72 ആണ്. അതായത് ഹരണഫലം 8ഉം ബാക്കി വരുന്നത് എന്തുണ്ട്, ശിഷ്ടം എന്ന് പറയുന്നത് 8 തന്നെയാണ് വരുന്നത്. ഇനി അടുത്തൊരു നമ്പർ 90/11. 90/11 11 × 8 ആണ് എന്ത്, 88 എന്ന് പറയുന്നത്. അതായത് 90ൽ 11 8 പ്രാവശ്യം പോകുന്നുണ്ട്, ശിഷ്ടം എന്ന് പറയുന്നത് 2 വരുന്നുണ്ട്. ഇനി നമ്മളോട് ചോദിക്കുകയാണ്, ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് നമ്പറാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സ്മോളസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഹരണഫലം ഏറ്റവും ചെറിയ നമ്പർ ഏതാണെന്ന് നോക്കാം. 4, 8, 8, 8, 8. 3 8ഉം ഒരു 4 ആണ്. അപ്പോൾ നമുക്ക് സ്മോളസ്റ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്ത്, 3/7 ആണ് ഇതിലെ സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. ഇനി ലാർജസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് നോക്കിയാൽ മതി, ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ട് ഹരണഫലം വരുന്ന നമ്പർ നോക്കിയാൽ മതി. ഏറ്റവും ലാർജസ്റ്റ് എന്ന് പറഞ്ഞാൽ 8, 8, 8. അങ്ങനെ 3 8 വരുന്നുണ്ട്. ഈ 3 8 എന്താണ്, 3 8നെ സംബന്ധിച്ചിടത്തോളം 3ഉം എന്താണ്, 8 ആണ്. ഇനി നെക്സ്റ്റ് ഒരേ നമ്പറാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ശിഷ്ടം നോക്കുന്നു. ശിഷ്ടം നോക്കുന്ന സമയത്ത് ഒന്നിൻ്റെ ശിഷ്ടം 2 ആണ്, മറ്റേതിൻ്റെ ശിഷ്ടം എന്ന് പറയുന്നത് 8 ആണ്, തൊട്ടടുത്തതിൻ്റെ ശിഷ്ടം എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ ഈ ശിഷ്ടത്തിൽ തന്നെ വലുത് വരുന്നത് ഏതാണോ അതാണ് അതിലെ ലാർജസ്റ്റ് ആയിട്ട് വരുന്ന നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ലാർജസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ശിഷ്ടം 8 ആയിട്ട് വരുന്ന ആ ഒരു സംഖ്യയാണ് ഇതിലെ ലാർജസ്റ്റ് ആയിട്ട് വരുന്ന നമ്പർ. ദാറ്റ് മീൻസ് 8/9 ആയിരിക്കും ഇതിൻ്റെ ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എന്താണ്, 8ഉം 2ഉമാണ്. ഹരണഫലം 8ഉം ശിഷ്ടം എന്ന് പറയുന്നത് 2ഉം ആണ്. ഇവിടെയും എന്താണ്, ഹരണഫലം എന്ന് പറയുന്നത് 8 ആണ്, ശിഷ്ടം എന്ന് പറയുന്നത് 2 ആണ് വരുന്നത്. ശിഷ്ടം 2ഉം ശിഷ്ടത്തിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ശിഷ്ടം ഒരുപോലെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തന്നിട്ടുള്ള ഈ 2 നമ്പേഴ്സിൽ ഏതാണ് വലുത് എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡിനോമിനേറ്റർ എടുക്കുന്നു. ഛേദം എന്ന് പറയുന്നത് ഇവിടെ 6 ആണ് വരുന്നത്, ഇവിടെ 11 ആണ് വരുന്നത്. ഛേദം 2ഉം കൺസിഡർ ചെയ്യുന്നു. ഒന്ന് 6 ആണ്, മറ്റേത് 11 ആണ്. ഈ ഛേദത്തിൽ ഏറ്റവും ചെറുത് ഏതാണ് വരുന്നത്, ഛേദം ഏതാണ് ചെറുതായിട്ട് വരുന്ന ഭിന്നസംഖ്യ എന്നുണ്ടെങ്കിൽ അതായിരിക്കും നമുക്ക് ഈ തന്നിട്ടുള്ള ഛേദം ഒരുപോലെയുള്ള ഭിന്നസംഖ്യകളിൽ ഏറ്റവും വലുത്. ദാറ്റ് മീൻസ്
5/6 ആണോ 9/11 ആണോ വലുത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ 5/6 ആയിരിക്കും ഒന്നും കൂടിയും ലാർജസ്റ്റ് ആയിട്ട് വരുന്ന ഭിന്നസംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ 5/6 ആണ് ലാർജസ്റ്റ് ആയിട്ട് വരുന്നത്. ഇനിയിപ്പോൾ ഇതിൽ ഈ തന്നിട്ടുള്ളതിൽ 5/6 ആണോ 9/11 ആണോ സ്മോളസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് വരിക? സ്മോളസ്റ്റ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മോൾ ഏതാണെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമ്മളിതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നോക്കിയാൽ മതി. ലാർജ് ആണെന്നുണ്ടെങ്കിൽ ഛേദം എന്ന് പറയുന്നത് ചെറിയ സംഖ്യയായിരിക്കും. ഇനി നമ്മൾ ലോവസ്റ്റ് ഭിന്നസംഖ്യയാണ് നോക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഛേദം എന്ന് പറയുന്നത് വലുത് നോക്കിയാൽ മതി. ദാറ്റ് മീൻസ് 9/11 ആണ് ഇതിൻ്റെ രണ്ടിനും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ, ചെറുതേതാണ് വലുതേതാണ് കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു ഐഡിയ കിട്ടിയിട്ടില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഭിന്നസംഖ്യയുടെ അംശവും ഛേദവും പരസ്പര ബന്ധമില്ല എന്നുണ്ടെങ്കിൽ അംശത്തിൻ്റെ കൂടെ ഒരു 0 ഇട്ട് കൊടുക്കുക. ദെൻ ഡിവൈഡ് ചെയ്യുന്നു, ഹരണഫലം എഴുതുന്നു, ശിഷ്ടം എഴുതുന്നു. ഹരണഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലുതേതാണ് ചെറുതേതാണ് എന്ന് കണ്ടെത്തുന്നു. ഇപ്പോൾ ഹരണഫലം ഒരുപോലെ വരിക എന്നുണ്ടെങ്കിൽ ആ ഒരു കേസിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ ശിഷ്ടം കൂടി എന്ത് ചെയ്യുന്നു? കണ്ടെത്തുന്നു. ശിഷ്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവലോകനം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഉത്തരത്തിലോട്ട് എത്തുന്നു. ഇനി ശിഷ്ടം ഒരുപോലെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഛേദം നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഉത്തരത്തിലോട്ട് എത്താനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടിയും ഇതിൻ്റെ കൂടെ തന്നെ കൂട്ടിച്ചേർക്കാം. ഇനി കൂട്ടിച്ചേർക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെയിം മെത്തേഡ് തന്നെ ഇപ്പോൾ വലുതേത് ചെറുതേത് എന്ന് പറയുന്നത് പോലെ നമുക്ക് ഇതേപോലെ ഓപ്ഷൻ തരികയാണ്. ഇതേപോലെ ഓപ്ഷൻ തന്നതിന് ശേഷം 1/2ക്കും അതുപോലെ തന്നെ 3/4നും ഇടയിൽ വരുന്ന ഭിന്നസംഖ്യ ഏത്? അപ്പോൾ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. കുറച്ച് ഓപ്ഷൻസ് നമുക്ക് തരികയാണ്. എന്ത്? 4/7 ഉണ്ട്, അതുപോലെ തന്നെ 2/5 ഉണ്ട്, അതേപോലെ 3/4, പിന്നെ അതേപോലെ 5/9 ഉണ്ട്. അങ്ങനെ കുറച്ച് ഭിന്നസംഖ്യ നമുക്ക് തന്നിട്ടുണ്ട്. ഈ കുറച്ച് ഭിന്നസംഖ്യകളിൽ 1/2നും 3/4നും ഇടയിൽ വരുന്ന ഭിന്നസംഖ്യ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ ചെയ്യുന്ന സെയിം പ്രൊസീജിയർ തന്നെയാണ്. നമുക്ക് ഏതിൻ്റെ ഇടയിലാണ് കണ്ടെത്തേണ്ടത് എന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മൾ ഓപ്ഷൻ മാത്രമാണ് നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിനും ഇടയിലുള്ള വരുന്ന ഭിന്നസംഖ്യ ഏതാ എന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ ഓപ്ഷൻ്റെ കൂടെ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ഗ്യാപ്പ്, ആ ഒരു റേഞ്ചിലുള്ള ഭിന്നസംഖ്യകൾ കൂടി കൺസിഡർ ചെയ്യണം. 1/2, 3/4, അതേപോലെ തന്നെ 4/7, 2/5, 5/9. ഈ നമ്പേഴ്സ് എന്ത് ചെയ്യുന്നു? നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇത് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് ഒരേപോലെ, അതായത് ഈ 5 സംഖ്യകളുടെയും നമ്മൾ ചെയ്യുന്നത് ഹരണഫലം കണ്ടെത്തുന്നു, ശിഷ്ടം കണ്ടെത്തുന്നു, ഹരണഫലം കണ്ടെത്തുന്നു, ശിഷ്ടം കണ്ടെത്തുന്നു. എന്നിട്ട് ഇതിൻ്റെ ഹരണഫലവും ശിഷ്ടവും അതേപോലെ തന്നെ ഈ ഒരു നമ്പറിൻ്റെ ഹരണഫലവും ശിഷ്ടവും, അതായത് 1/2ൻ്റെ ഹരണഫലവും ശിഷ്ടവും അതേപോലെ 3/4ൻ്റെ ഹരണഫലത്തിൻ്റെ ശിഷ്ടത്തിൻ്റെയും ഇടയിൽ വരുന്ന നമ്പർ ഏതാണെന്നുള്ളത് കണ്ടെത്തുന്നു. അതായത് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ റേഞ്ച് വെച്ചിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇവിടെ ശിഷ്ടം, ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്. ഇവിടെ 5 ഹരണഫലം വന്നതെന്ന് വിചാരിക്കുക. ഇവിടെ വരുന്നത് എന്ന് പറഞ്ഞാൽ 7 ഹരണഫലം വരുന്നത്. ഓക്കെ, ഇവിടെ 5 ഹരണഫലം, ഇവിടെ 7 ഹരണഫലം. ഇതിൻ്റെ ഹരണഫലം 1, 4, അതേപോലെ 6 അങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇത് 1ഉം 4ഉം അതുപോലെ തന്നെ 6ഉം ഒന്നല്ല ഹരണഫലം വരുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് തന്നിട്ടുണ്ട് 5ഉം 7ഉം ആണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? ഹരണഫലം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ 5നും 7നും ഇടയിൽ വരുന്ന ഭിന്നസംഖ്യ ഏതാണ്? 5ഉം 7ഉം ഹരണഫലമായിട്ട് വരുന്ന അതിൻ്റെ ഇടയിൽ വരുന്ന ഹരണഫലം വരുന്നത്. ഇപ്പോൾ ഈ 1 എടുത്തു കഴിഞ്ഞാൽ 5നേക്കാൾ ചെറുതാണ് എന്ത്? 1 എന്ന് പറയുന്ന നമ്പർ. ഇനി അടുത്ത 4 എടുത്താലും എന്താണ്? 5നേക്കാൾ ചെറുതാണ്. ഇനി അടുത്തത് 6 എടുത്താലാണ് എന്ത്? 5ൻ്റെയും അതേപോലെ തന്നെ 7ൻ്റെയും ഇടയിൽ വരുന്ന ഭിന്നസംഖ്യയായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ 1/2നും 3/4നും ഇടയിലുള്ള ഭിന്നസംഖ്യ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്തത് എന്താണ്? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഹരണഫലം കണ്ടെത്തി, അതേപോലെ തന്നെ ശിഷ്ടവും കണ്ടെത്തി. ഹരണഫലം കണ്ടെത്തി, ശിഷ്ടം കണ്ടെത്തി. അപ്പോൾ ഹരണഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു? നമ്മളതിൻ്റെ ഇടയിൽ വരുന്ന നമ്പർ ഏതാണെന്നുള്ളത് കണ്ടെത്തുന്നു. ഹരണഫലങ്ങൾ തമ്മിൽ നമുക്ക് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കണ്ടെത്താനായിട്ട് പറ്റും. വേറെ ഒന്നുമില്ല, അതിൻ്റെ ഒരു കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ചറിയാനായിട്ട് വളരെ എളുപ്പമാണ്. ഇനി അടുത്തൊരു ടൈപ്പ് ചോദ്യം എന്ന് പറഞ്ഞാൽ മിശ്രഭിന്നവുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. 8, 2/3 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 1 കിട്ടും? ഇങ്ങനെ നമ്മളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 2/3 ഏത് സംഖ്യ കൊണ്ട് ഇതാക്കി കഴിഞ്ഞാൽ
നമുക്ക് 2/3 എന്ന് പറയുന്ന നമ്പറിനെ ഏത് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടും ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നേരെ തിരിച്ചിട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, 1 കിട്ടും. ഇനിയിപ്പോൾ 4/5 ആണ് എന്നുണ്ടെങ്കിൽ 4/5 ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, 4/5 ആണെന്നുണ്ടെങ്കിൽ 5/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്കിവിടെ തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ മിശ്ര ഭിന്നാണ് തന്നിട്ടുള്ളത്. 8 2/3 എന്ന് പറയുന്ന ഒരു മിശ്ര ഭിന്നമാണ് തന്നിട്ടുള്ളത്. ഈ ഒരു മിശ്ര ഭിന്നത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സാധാരണ ഭിന്നത്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയായിരുന്നു എന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ വ്യുൽക്രമം എടുക്കുക, അതായത് തിരിച്ചെഴുതിയാൽ മതി. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ 8 2/3 എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മിശ്ര ഭിന്നത്തിനെ എന്ത് ചെയ്യുന്നു, ഭിന്നത്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു, വിഷമ ഭിന്നത്തിലോട്ട് എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 8 2/3 എന്ന് പറഞ്ഞാൽ 8 + 2/3 ആണല്ലോ. അപ്പോൾ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 × 3 എന്ന് പറഞ്ഞാൽ 24 വരും. ഓക്കെ, പ്ലസ് 24 പ്ലസ് ഇനി അടുത്തത് ഇവിടെ എന്തുണ്ട്, ഇവിടെ 2 ഉണ്ട്, പ്ലസ് 2 ഡിവൈഡഡ് ബൈ 3. ദാറ്റ് മീൻസ് 26/3 എന്ന് വന്നു. 26/3. അപ്പോൾ 26/3 ആണ് നമുക്ക് ഈ ഒരു മിശ്ര ഭിന്നത്തിനെ വിഷമ ഭിന്നത്തിലോട്ട് കൺവേർട്ട് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി ഇതിന് ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 1 കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ തിരിച്ചിടുക. 26/3 എന്നുള്ളത് നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 3/26 എന്ന് കിട്ടും. 3/26 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും. അപ്പോൾ ഒരു ഭിന്നസംഖ്യ തന്നു, ആ ഒരു ഭിന്നസംഖ്യയെ ഏത് ഭിന്നസംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 1 കിട്ടുക ചോദിച്ചാൽ ഇത്ര ചെയ്താൽ മതി. ആ തന്നിട്ടുള്ള ഭിന്നസംഖ്യ എന്ത് ചെയ്യുന്നു, തിരിച്ചിടുന്നു. അതിൻ്റെ അംശവും ഛേദവും പരസ്പരം ഷഫിൾ ചെയ്തതിന് ശേഷം എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഉത്തരത്തിലോട്ട് എത്തുന്നു.